ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഫാള് നമ്മൾ കണ്ടു. ഏകദേശം നിഫ്റ്റി ടോപ്പ് ഹൈന്ന് 481 പോയിൻറ്റ്സാണ് ഡൗൺ ആയേക്കുന്നത്. അതും ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ ഈ നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ, അതായത് 24,195 അല്ലെങ്കിൽ നമുക്കൊരു 24,180 ആ ഒരു റേഞ്ചിൽ നിന്ന്, സാധാരണ നിഫ്റ്റി എന്ന് പറയുമ്പോൾ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ബയ്യേഴ്സ് സോണാണ്. കാരണം 24,000 അടുക്കും തോറും ബൈയിങ് ആക്ടിവിറ്റി വളരെയധികം ഹൈ ആയിക്കൊണ്ടിരിക്കും. അപ്പം രാവിലെ തന്നെ നിഫ്റ്റി എന്ത് പറ്റി, ഒരു ഗ്യാപ്പ് ഡൗൺ വന്നു. കാരണം ഇന്നലെ ഇതുപോലൊരു സെല്ലിങ് വന്നിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ അത്ര ഇല്ല. ഓക്കെ, യെസ്റ്റർഡേ സെയിം പാറ്റേൺ, യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, ഈ ഒരു സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 113 പോയിൻറ്റ്സ്. ഓക്കെ, ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, അവിടെ നിന്ന് ലോ വന്നു, പിന്നെ ആ ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് ഈ ഒരു ലോയുടെ താഴെ വന്ന് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ട് ഈ റേഞ്ച് വരുമ്പോഴത്തേനും പിന്നീട് ബൈയിങ് വന്നു. ഇത് മാർക്കറ്റ് സ്ട്രക്ചർ പ്രകാരം ഇവിടുന്ന് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷേ അവിടെ വന്ന ശേഷം വീണ്ടും ഒരു സഡൻ സെല്ലിംഗ് ആണ്. അതായത് ഏകദേശം ഓക്കെ, ഇത് ഇന്നത്തെ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 3 മണി. അപ്പോൾ ആ ഒരു സെല്ലിംഗ് വന്നതിന് ശേഷം ഇന്നത്തെ മാർക്കറ്റിൽ ലോ വന്നു, ആ ഹൈ ബ്രേക്ക് ചെയ്തു, വീണ്ടും ലോ വന്നു, സെയിം പാറ്റേൺ ആസ് യെസ്റ്റർഡേ. കണ്ടോ, ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ആ ലോ ബ്രേക്ക് ചെയ്തു, ശേഷം ഈ ഒരു ഹൈ ഏകദേശം ഒരു 50% മിറ്റിഗേഷൻ വന്നില്ല, നമുക്കൊരു 60%-ലോട്ട് വന്നു അല്ലേ. നമുക്കൊരു ഫിബ് ടൂൾ വെച്ചാൽ ഓക്കെ, സോറി, 30% ഉള്ളൂ ഫ്രം ദി ടോപ്പ്, 30% ഹൈ എന്ന്. പക്ഷേ ഇന്നലത്തെ ഈ ഒരു ലെവൽ നോക്കിയാൽ ഇന്നലെ ഏകദേശം 50% ഇല്ല, 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പക്ഷേ ഇന്നത്തെ ഒരു സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ക്യാൻഡിൽ. ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് പാറ്റേൺസ് വളരെ റെയറാണ് മാർക്കറ്റിൽ. അപ്പോൾ നമുക്കിതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ വളരെ റെയർ, അല്ലെങ്കിൽ ഏതെങ്കിലും ബഡ്ജറ്റ് ഡേയ്സിലോ ഇങ്ങനെ ഒരു റോക്കറ്റ് വിട്ട പോലെ മേലോട്ട് അല്ലെങ്കിൽ താഴോട്ട് എന്നുള്ളൊരു പാറ്റേൺസ് ഈസ് വെരി വെരി റെയർ. അതുകൊണ്ട് തന്നെ ഇന്ന് 7 രൂപയുടെ ഓപ്ഷനൊക്കെ 110, 150 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇന്നത്തെ നിഫ്റ്റിയുടെ പ്രീമിയമാണ്, അതായത് 23,750. യു ക്യാൻ സീ ദി ലോ. ഓക്കെ, അതായത് ഇതിൻ്റെ എക്സ്പയറി വരുന്നത് 14 ജൂലൈ ആണ്. അപ്പം ഇന്ന് എക്സ്പയറി പോലും അല്ല. ഓക്കെ, സോ ലോ ഈസ് ആക്ച്വലി 19 രൂപ അല്ലേ, 19. ഓക്കെ, 15 രൂപ. ഓക്കെ, അപ്പോൾ ഇവിടെ റേഞ്ച് കൊടുത്തിട്ടുണ്ട് 40 റുപ്പീസ്. അപ്പോൾ ഹൈ വന്നേക്കുന്നത് 173 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഒന്നാലോചിച്ച് നോക്കിയേ, ആ റിട്ടേൺസ് എന്ന് പറയുന്നത് എത്ര ഹ്യൂജാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു റീറ്റെയിലർ ട്രാപ്പാണ്. ആക്ച്വലി ഇത് ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ എക്സ്പെക്റ്റ് ഇന്ന് നമ്മൾ കണ്ടു. സോ നെക്സ്റ്റ് ഡേ വി വിൽ എക്സ്പെക്ട് ദ സെയിം പാറ്റേൺ. ഒന്നെങ്കിൽ അപ്പോ ഡൗണോ എക്സ്പെക്റ്റ് ചെയ്യും. എന്നിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ദേ വിൽ ഹോൾഡ് ദ പൊസിഷൻ ആൻഡ് ദി ചാൻസസ് ഈസ് ദേ വിൽ ബിക്കം ലോസ്. സോ ഇങ്ങനെയുള്ള പാറ്റേൺസ് വൺസ് നമ്മൾ കണ്ടതുകൊണ്ട് നാളെ നമുക്ക് ഇതേ പാറ്റേൺ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ റെയറാണ്. സോ ഈ ഒരു പാറ്റേൺ നമ്മുടെ ബ്രെയിനിൽ ഫീഡായാൽ, അല്ലെങ്കിൽ നമ്മളൊരു 18 രൂപയുടെ ഓപ്ഷന് ഒരു 150, 160 രൂപ ഓപ്ഷനിലേക്ക് വരുന്നത് കണ്ടാൽ, ഡു നോട്ട് ജംപ് ഓൺ നെക്സ്റ്റ് ഡേ ട്രേഡിംഗ് ഡേ ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് ഫാളിംഗ് ഈസ് വെരി 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 റെയർ. എക്സ്പയർഡേയിൽ ആകാറുണ്ട്, ബിക്കോസ് ഇറ്റ്സ് നോർമൽ. തീറ്റ ഡിക്ക് വളരെ കൂടുതലാണ്, അതുപോലെ ഗാമ ബ്ലാസ്റ്റും ഉണ്ടാവും, അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് ഇന്ന് അങ്ങനത്തെ ഒരു ഡേ നിഫ്റ്റിയിൽ എക്സ്പയറി അല്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം നോർമലി ആൾക്കാർ ചിന്തിക്കുന്നത് 1 lakh കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 25 lakhs, അല്ലെങ്കിൽ 50 ലക്ഷം ആയതിന്, 1 ലക്ഷം, 1 കോടി ആയതിന്. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ വാട്ട് we will do, we will hold the position automatically and we will think that this is going to blast.
അങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രീമിയം മൊത്തം മെൽറ്റാക്കി നമ്മൾ ഓപ്ഷൻ സെല്ലേഴ്സ് നമ്മുടെ പൈസ കൊണ്ടുപോകും. അപ്പം ദിസ് ഈസ് പ്യൂർലി ഓപ്ഷൻ ബൈയിങ് ഡേ. ബട്ട് ഇത് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് എന്നുള്ള വളരെ റെയറാണ്. അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യുന്നത് ആൾക്കാരെന്ന് പറഞ്ഞാൽ it's based on luck, or somebody have a position like, or they will think like that. Okay, someone, a normal retail trader, they will think like this. Okay, they will short the position from here, and they will automatically, they will think, okay, Nifty can be reached at 120, 24,600 and 120, this much level. A normal, sorry, wait, a short position. ഒരു ഇങ്ങനെ ട്രേഡ് എടുത്താൽ പോലും നമ്മളൊരു 120, ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 120 റേഞ്ച് വരെ നമ്മൾ കാരണം ഈ ട്രേഡിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്ന ഈ ഒരു റേഞ്ചിലാണ്. നമുക്കൊരു 1 ഹവർ ടാർഗറ്റ് വന്നാൽ പോലും കണ്ടോ, ഈ ഒരു പാറ്റേൺ നോക്കി നമുക്ക് ഇവിടെ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ സപ്പോർട്ട് വരയ്ക്കും. അത് 24. പിന്നെ ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ഉണ്ട്, ഈ ഒരു റേഞ്ച് നമുക്ക് ഇവിടെയും വെക്കാം. കാരണം ഇത് 1 ഹവർ ചാർട്ടാണ്, അപ്പോൾ സ്ട്രോങ് സപ്പോർട്ടിങ് ആണ് ഈ ലൈൻസൊക്കെ കണ്ടോ, ഈ ഒരു ലെവൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദി റിയാലിറ്റി, നത്തിങ് ഈസ് റെസ്പെക്റ്റഡ്. സോ ഈ ഒരു ടാർഗറ്റ് വെച്ചവർ ഇങ്ങനെ ഒരു ഹെവി ഫാൾ വരുമ്പോൾ ഓക്കെ ഹോൾഡ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് വരുമ്പോൾ എക്സിറ്റ് ചെയ്യുക, അങ്ങനെ അടിയർക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കാണും, കാരണം ഇവർക്ക് ഫുൾ റാലി കിട്ടും. ബട്ട് നോർമലി ഒരാളും ഈ ഒരു ഇത്രയും വലിയ ടാർഗറ്റിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് കാണില്ല. ഇറ്റ്സ് വെരി റയർ. ഓക്കെ, അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ എനിവൺ. ഓക്കെ, ബട്ട് ഇറ്റ്സ് ദിസ് കൈൻഡ് ഓഫ് പാറ്റേൺ വോണ്ട് റിപ്പീറ്റ്. ഓക്കെ, വളരെ റയർ പാറ്റേൺസ് ആണ്. അപ്പോൾ ഇത്തരം റയർ പാറ്റേണുകൾ നമുക്ക് കിട്ടിയാൽ ഇറ്റ്സ് ലക്ക്, അങ്ങനെ പറയാനുള്ളൂ. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ട്രേഡിങ്, ഇറ്റ്സ് എ ലക്ക്. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലാസ്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ വാങ്ങിയ 100 രൂപയുടെ ഓപ്ഷൻ പോയി 1000 രൂപയാവും അല്ലെങ്കിൽ 800 രൂപയാവും എന്ന് കരുതി ഹോൾഡ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള എൻട്രി എക്സിറ്റ് ഉറപ്പായിട്ടും കാണണം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. സപ്പോസ് നിങ്ങൾ 100 രൂപയുടെ പ്രീമിയം ഇവിടെ വാങ്ങി, ഇവിടെ വന്നപ്പോൾ 200 അല്ലെങ്കിൽ 200 രൂപയായി, നിങ്ങൾക്കൊരു 170 160 നിങ്ങൾക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ. ബട്ട് ചില ആളുകൾ ഇങ്ങനെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കില്ല, കാരണം ജസ്റ്റ് ചിലപ്പോൾ ഒരു സ്വീപ്പ് വന്നിട്ട് അത് അടിച്ചിട്ട് താഴോട്ട് പോകും. ഓക്കെ, സോ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള പാറ്റേൺസ് കണ്ടുകൊണ്ട് അത് വീണ്ടും വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഡു നോട്ട് വേസ്റ്റ് യുവർ ക്യാപിറ്റൽ. ഓക്കെ, സോ ദിസ് ഈസ് വൈ വി ആർ ഓൾവേസ് ഫെയിൽ. ഓക്കെ, നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ലോസ് ആവുന്നതിനുള്ള കാരണം ഇങ്ങനത്തെ അമിതമായ എക്സൈറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, സോ always go for a trading with proper stop loss and proper exit criteria. When the market is giving a proper exit, just exit the trade without looking at the P&L. Okay, that will give you a high reward. Okay, and when you feel your trade is going to wrong, just cut the loss. Okay, do not hold the position. And when you go forward and continuous at a loss വരുവാണെങ്കിൽ just reduce the position size. This will help you to survive the trading. Okay, so this is a trap for retail traders. Okay, അപ്പം ഇപ്പോൾ കറണ്ട് ഇപ്പം ക്രൂഡ് നമുക്ക് നല്ല രീതിയിൽ അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ നാളെയും ക്രൂഡ് കയറുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ചെറിയൊരു ഡൗൺഫാൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 1 ഹവർ ക്യാൻഡിലാണ്, ഞാനിത് 1 ഡേ ക്യാൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതൊരു സപ്പോർട്ടിങ് റേഞ്ചാണ്, ഈ ഒരു ലെവല് ഓൾമോസ്റ്റ് 24. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ലോ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഇവിടുന്ന് ബൗൺസ് ബാക്ക് വരുമോ അതോ നമുക്ക് ലൈൻ ചാർട്ട് ആക്കിയാൽ പോലും. ഓക്കെ, ഇതൊരു ലൈൻ ചാർട്ട് ബേസ്ഡ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കം ടു ദിസ് മച്ച് ലെവൽ. ദാറ്റ് മീൻ 23,600 or 500, this range. ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യണം. കാരണം ലോ ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു അങ്ങനത്തെ ഒരു കംപ്ലീഷൻ ആണെങ്കിൽ ഇതിൻ്റെ കളർ ഞാൻ മാറ്റിത്തരാം. ഓക്കെ, ഈ ഒരു ലൈൻ വരെ വന്നിട്ട് ഇവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനാണ് ചാൻസ്. ബട്ട് മറ്റെന്തെങ്കിലും എക്കണോമിക് യുദ്ധമോ അല്ലെങ്കിൽ FICൻ്റെ സെല്ലിങ്ങോ ആണെങ്കിൽ ഈ ഒരു ലെവലൊന്നും റെസ്പെക്റ്റ് ചെയ്യില്ല, ഇറ്റ് വിൽ ഗോ ബാക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻഡിൽ കാണാം. ഓക്കെ, ദിസ് ലോ, ഈ ലോ ഇതുവരെ അവർ സ്വീപ്പ് ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഈ ഒരു ലോ, ഇതൊരു എലക്ഷൻ ഡേയുടെ വന്നൊരു ലോയാണ് ഈ ഒരു ലോ. ദാറ്റ്സ് അന്നൊരു 4000 പോയിൻറ്റോളം സെൻസെക്സ് ഇടിഞ്ഞായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് അന്ന് നിഫ്റ്റി ഇടിഞ്ഞതോ. ഓക്കെ, നിഫ്റ്റി അന്ന് 2000 പോയിൻറ്റോളം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ മിക്കവാറും CPO നോക്കാം. കാരണം കഴിഞ്ഞ ഒരു ഫാളിൽ പോലും, ഈ ഒരു കറക്ഷനിൽ പോലും ഈ ലോ ടച്ച് ചെയ്തിട്ടില്ല. ഇവിടുന്ന് പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു ലോ ഇനി അവർ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.